ക്ലിഫ് ഹൌസിലെ പ്രതിഷേധം ആശാ വർക്കേഴ്സ് അവസാനിപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കിത്തരാമെന്ന് ഉറപ്പ് ലഭിച്ചതായി സമരസമിതി നേതാവ് VK സദാനന്ദൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത 19 പേരെ വിട്ടയക്കുമെന്ന ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. DCP ആയിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഏറ്റവും ഉടനെ കഴിയുന്നത്ര നേരത്തെ തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ മുഖ്യമന്ത്രി അടുത്ത ദിവസം പോകുന്ന എന്തോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് തരാം. ഞങ്ങളുടെ ഒരു ഡെലിഗേഷൻ തരാം, പോയി കാണാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ അവർ നടത്തിയിരിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് 19 പേരുണ്ട്. അവരെ ഉടനെ റിലീസ് ചെയ്ത് തരാം. ഇപ്പം തന്നെ റിലീസ് ചെയ്ത് തരും. കേസെടുക്കാതെ തന്നെ റിലീസ് ചെയ്ത് തരും. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, മുഖ്യമന്ത്രിയെ കാണാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലായിരുന്നു ആശാ വർക്കേഴ്സ്. ഇപ്പോൾ സമരം തൽക്കാലത്തേക്ക് അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ക്ലിഫ് ഹൌസിന് മുന്നിലെ പ്രതിഷേധം, ഉറപ്പുകൾ എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? പ്രധാനമായി അവർ മുന്നോട്ട് വെച്ച 2 ഉറപ്പുകൾ, ആ ഉറപ്പുകൾക്ക് ഇപ്പോൾ ഒരു ഉറപ്പ് പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. പ്രധാനമായും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും 6 മണിക്കൂർ, രാവിലെ 11 മണിക്ക് ആരംഭിച്ച സമരം 7 മണിക്കൂറോളം നീണ്ടു. 7 മണിക്കൂറിന് ശേഷമാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ ഈ സമരം അവസാനിച്ചിരിക്കുന്നത്. സമാനതകളില്ലാത്ത സമരം, ഒരുപക്ഷെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഒരു ട്രേഡ് യൂണിയൻ നടത്തിയ സമരം ഇത്രയും ദീർഘമായി നീണ്ടുപോകുന്ന ചരിത്രം സമീപകാലത്തൊന്നും ഉണ്ടായില്ല. എന്തായാലും അവരുടെ ആവശ്യം അത് അവർ നേടിയെടുത്ത അല്പം മുൻപ് ഈ ക്ലിഫ് ഹൗസിൻ കോമ്പൗണ്ടിന്റെ മുന്നിൽ നിന്ന് അവർ പിരിഞ്ഞു പോയിരിക്കുന്നു. എന്തായാലും ഈ ചർച്ചയുടെ സമയം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ചർച്ച എപ്പോൾ നടക്കുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കും. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് 19 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഉടൻ വിട്ടയക്കും. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇവർ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരപന്തലിലേക്ക് പോകും. അനുജ, ക്ലിഫ് ഹൌസിന് മുന്നിലെ സമരം ആശാ വർക്കേഴ്സ് അവസാനിപ്പിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.